ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറെ നാളായി ലോങ് വീഡിയോസ് ഈ ഒരു ചാനലിലിട്ടിട്ട് അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ ഡെയിലി മെസ്സേജസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാണാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർക്ക് ആ ഒരു ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ആൻഡ് ഏഞ്ചലിക് മെസ്സേജസ് എന്താണ്. ഓക്കെ, പിക്കപ്പ് പയൽ ആണ്. സോ പയൽ നമ്പർ 1 ആൻഡ് പയൽ നമ്പർ 2. So let's start. ഹലോ പയൽ നമ്പർ 1. പയൽ നമ്പർ 1-ൽ എല്ലാ ഡെക്സും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ആൻഡ് ഏഞ്ചലിക് മെസ്സേജസ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്. ആൻഡ് പേഴ്സണൽ ഹീലിംഗ്സ് ആസ് വെൽ ആസ് റീഡിങ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യേണ്ട പ്രേക്ഷകർക്കും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഏറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. മണി കപ്പ്, എഡ്യൂക്കേഷൻ കപ്പ്, കരുങ്കലിമാല ആൻഡ് ലോട്ട്സ്. സോ സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാം ആൻഡ് ദെൻ വെയിറ്റ് ചെയ്യുക, പ്രോഡക്ട്സിൻ്റെ വിവരങ്ങൾ അറിയാം. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് യൂണിവേഴ്സൽ കം ഏഞ്ചലിക് മെസ്സേജസ് പ്രേക്ഷകർക്ക്. സോ ഗ്രൂപ്പ് 1 യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഏറെ നാളായി ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതെനിക്ക് വളരെ ലോ ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സ്റ്റെപ്പ് ചെയ്യൂ നിങ്ങളുടെ ഗെയിം. ഓക്കെ, നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വലിയ രീതിയിൽ ചെയ്യൂ. അതുപോലെ തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഇനി പ്രവർത്തനത്തിൽ കൊണ്ടുവരൂ. ഓക്കെ, ബിക്കോസ് ഇനിയും നിങ്ങളത് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ നിങ്ങൾ പഠിച്ചെടുക്കാനോ തുടങ്ങിയ ഒരു കാര്യമല്ല. നിങ്ങൾ എന്തും ആയിക്കോട്ടെ, ഹീലേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ടീച്ചർ ജോബിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കോച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്പിരിച്വൽ ലീഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നു, ഹീലേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷനിൽ ഏറെ വർഷമായി നിങ്ങൾ നിൽക്കുന്നു, അതിനെ മെച്ചപ്പെടുത്തൂ എന്നതാണ് പറയുന്നത്. ഇത് നിങ്ങൾ വളരെ പഴക്കമായിട്ടുള്ള ഒരു നോളജാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ എത്ര മെഡിറ്റേഷൻ ചെയ്യുന്നു അത്രയും നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതാണ്. ഓക്കെ, സോ സംവെയർ നിങ്ങളുടെ ലൈഫ് പേർപ്പസുമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില പ്രേക്ഷകർ ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ച്വൽ ലൈഫ് പേർപ്പസിലല്ല, അതിൻ്റെ സൈഡ് ലൈൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏറെ റെസ്റ്റ് എടുക്കാനും പ്രേക്ഷകരോട് പറയുന്നുണ്ട്. ബിക്കോസ് റെസ്റ്റാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്. നിങ്ങൾ എത്ര റെസ്റ്റ് എടുക്കുന്നു അത്രയും നിങ്ങളുടെ ബോഡി കാം ആകുകയും നിങ്ങളുടെ സ്പിരിച്വൽ പേർപ്പസിലേക്ക് നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മുടി, ഓക്കെ, സോ മുടിയെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കൂ എന്നത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാനൽ എന്ന് പറയുന്നത് മുടിയാണ്. ഓക്കെ, സോ മുടി സ്വയമേ ശ്രദ്ധിക്കൂ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ പറിച്ചിടുന്ന മുടികൾ വീട്ടിലോ അല്ലെങ്കിൽ വെളിയിൽ അങ്ങനെ എറിയാതിരിക്കും, എന്നെ സുരക്ഷിത സ്ഥാനത്ത് തന്നെ വെക്കും. ബിക്കോസ് എവിടെയോ നിങ്ങളുടെ മുടി നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസഡ്വാൻറ്റേജ് കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ മുടി എത്ര പ്രൊട്ടക്റ്റഡ് ആണോ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നിങ്ങൾ. ഓക്കെ, സോ ഡീപ്പ് റിപ്ലനിഷ്മെൻറ്റ് വേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഡാൻസ് വിത്ത് ലൈഫ്. ഏത് കാര്യവും നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുന്നോ ആ കാര്യം ചെയ്യൂ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വളർച്ചയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രേക്ഷകർ എന്തും ചെയ്യണോ ആൻഡ് എന്ത് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ വളർച്ചയെ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ സാമ്പത്തികത്തെ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കൂ. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ ഹെൽത്താണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്കൽ ആയിക്കോട്ടെ, ഇമോഷണൽ, മെറ്റീരിയൽ ഓർ സ്പിരിച്വൽ. ഓക്കെ, 3 of Swords ആണ് ആൻഡ് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുഃഖകരമായ കാര്യങ്ങൾ, ഓക്കെ, അതിൽ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. സമാധാനം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ വേദനകൾ അത് ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ, അത് മറക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്.
ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഓരോ ഡിസിഷനും വളരെ ദാറ്റ് ഇസ് ചൂസ് ചെയ്ത് എടുക്കുക, ചോയ്സ് വ്യക്തമാക്കുക. അത് പ്രൊഫഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ബട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി തള്ളിക്കളയരുത്. ബിക്കോസ് 2 ഓഫ് wands ആൻഡ് 2 ഓഫ് കപ്സ് ആണ് വന്നത്. ക്ലിയർലി നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പാണുള്ളത്. ഓക്കെ, ഈ പാർട്ട്ണർഷിപ്പ് വളരാനും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അത് വരവേൽക്കൂ. 22 എന്ന നമ്പർ ഏറെ ഈ ഗ്രൂപ്പിൽ പ്രേക്ഷകർ കാണുന്നുണ്ടാകാം. ഓക്കെ, ഓർ 322 എന്ന നമ്പറും നിങ്ങൾ കാണുന്നുണ്ടാകാം. ഏഞ്ചലിക് മെസ്സേജസ് പ്രേക്ഷകർക്ക് വരുന്നത് ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് കാര്യമാണോ അന്വേഷിക്കുന്നത് അതിനെ കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കൂ. നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിരുന്നു, കമൻറ്റ് ഇട്ടിരുന്നു. യൂസർ ID ഓർമ്മയില്ല, പക്ഷേ അവിടെ എഴുതിയിരുന്നു ദാറ്റ് ആരും സഹായിക്കാനില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ആരും സഹായിക്കാനില്ലെങ്കിൽ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളെ കേൾക്കുന്നുണ്ട്. സമാധാനപരമായി ഒരിടത്തിരുന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് കാര്യം പറയുക. ആൻഡ് ബിലീവ് മീ, എപ്പോഴും ഈ കാര്യങ്ങൾ സഫലമാകുന്നതാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നു ഏഞ്ചൽസിനോട്, അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ആൻഡ് ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ദാറ്റ് ഈസ് ഏഞ്ചൽസിനോട് നിങ്ങൾ പറയുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, നല്ലപോലെ ക്ലിയർലി പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് വേണ്ട. ഓക്കെ, ആൻഡ് അതിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. ഏഞ്ചലിക് ആഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ആർക്കേഞ്ചൽ സാൻഡൽഫോൺ ആൻഡ് ആർക്കേഞ്ചൽ ആരിയൽ ആണ്. ആർക്കേഞ്ചൽ സാൻഡൽഫോൺ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസിനെ 4 എലിമെൻറ്റ്സ് ആൻഡ് 4 ഡയറക്ഷൻസുമായിട്ടാണ് അലൈൻ ചെയ്യുന്നത്. സോ പറയുക, ഐ ആം അലൈൻഡ് വിത്ത് ദ 4 എലിമെൻറ്റ്സ് ആൻഡ് 4 ഡയറക്ഷൻസ്. ഓക്കെ, സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഏറെ വരുന്നൊരു സമയമാണ്. എന്തൊക്കെ സ്പിരിച്വൽ ഇൻസൈറ്റ്സ് വരുന്നോ അത് എഴുതി വെക്കുക. ഓക്കെ, പ്ലാൻസ് ഏറെ നടുക. ഇതാണ് ഇപ്പോഴത്തെ റെമഡി. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന റെമഡിയാണ് പറയുന്നത്. ആർക്കേഞ്ചൽ ആരിയൽ പറയുന്നത് സെൽഫ് കോൺഫിഡൻറ്റ് ആകുക. ഓക്കെ, ഏറെ സെൽഫ് കോൺഫിഡൻസ് ആകേണ്ട ആവശ്യമുണ്ട്. എപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർത്ത് അറിയുന്നു, സെൽഫ് റെസ്പെക്റ്റ് അറിയുന്നു, സെൽഫ് വർത്ത് അറിയുന്നു, അന്നേരമേ മറ്റാൾക്കാർക്കും ആ മാറ്റങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആൻഡ് affirmation ആണ് I shine the light of compassion, kindness and love from my heart. Okay, I shine the light of compassion, kindness and love from my heart. Okay, എൻ്റെ ഹാർട്ടിൽ നിന്ന് കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ് ആണ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് now we'll take one more card. Now the final message, I make decisions from the place of intuition and power. എൻ്റെ സ്വന്തം പവറും സ്വന്തം ഇൻറ്റ്യൂഷനിലാണ് ഞാൻ ഡിസിഷൻ എടുക്കുന്നത്. ഐ തിങ്ക് ഡിസിഷനെ പറ്റിയിട്ട് നേരത്തെയും ഞാൻ ഇവിടെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് യൂണിവേഴ്സൽ കം ഏഞ്ചലിക് മെസ്സേജസ് നിങ്ങൾക്കായി. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ കം ഏഞ്ചലിക് മെസ്സേജസ് ആണ്. എല്ലാ ഡെക്സും ഇവിടെ നോക്കുന്നതാണ്. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനും സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാനുമുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. കരുങ്കലി മാല, മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് പല ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. ഡിയർ ഗ്രൂപ്പ് ടുവിനോട് യൂണിവേഴ്സ് ചോദിക്കുന്നത്, യൂണിവേഴ്സ് ഇത്രയും സപ്പോർട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്. യെസ്, മുമ്പേ നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഏൽക്കേണ്ടി വന്നു, മൈറ്റ് ബി ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ നേരത്തെ അനുഭവിച്ച വിഷമങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അത്രയും ഇപ്പോൾ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും എൻസൈറ്റി, ഇത്രയും സ്ട്രെസ്സിലൂടെ ജീവിക്കുന്നത്? ഓക്കെ, ഇതൊരു ചോദ്യമാണ്.
ഓക്കെ. സോ യൂണിവേഴ്സ് പറയുന്നത് വിത്ത് 10 of Pentacles നിങ്ങളുടെ കയ്യിൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. 10 of Pentacles ഫാമിലി മാത്രമല്ല, നിങ്ങൾ ആരെ ഫാമിലി കരുതുന്നു അവരും കൂടിയാണ്. ചില പ്രേക്ഷകർക്ക് ഫാമിലി ആയിട്ട് ആരും ഉണ്ടാവില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ആരാണ് ഫാമിലി? നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ, ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏഞ്ചലിക് റെലം ആണ് നിങ്ങളുടെ ഫാമിലി. സോ അവരിൽ നിന്ന് സപ്പോർട്ട് തേടൂ എന്നതാണ് പറയുന്നത്. ഏറെ നേരം ഡിസപ്പോയിൻമെൻറ്റിൽ കഴിയാതിരിക്കൂ. 4 of Cups പറയുന്നത് ഡിസപ്പോയിൻമെൻറ്റ്സിൽ കഴിയാതിരിക്കൂ. 7 of Wands പറയുന്നത് സ്റ്റാൻഡപ്പ് ചെയ്യൂ. നിങ്ങൾ ഇനി എന്ത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, അതാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ലൈഫ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കേറെ ക്ലാരിറ്റി വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയി, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് മറച്ചു വെച്ചു, അതൊക്കെ സ്വയമേ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യപ്രാപ്തി ഇപ്പോൾ ഉണ്ട്. ഓക്കെ. 9 of Swords പറയുന്നത് നിങ്ങൾ ഏറെ ടെൻഷൻ ആൻഡ് സ്ട്രെസ് എടുക്കുന്നുണ്ട്. അത് ഇല്ലാതിരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ടെൻഷനും സ്ട്രെസ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നു. യൂണിവേഴ്സ് പറയുന്നത് ദാറ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോൾ ഫാമിലി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നമ്മുടെ സോൾ ഫാമിലി ഇല്ലെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ അവരെ വിളിക്കാൻ പറ്റും? നമുക്കെപ്പോഴും നമ്മുടെ സോൾ ഫാമിലിയെ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യേണ്ടത് നിങ്ങൾ ഒരിടത്തിരുന്ന്, ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലിയെ കോൾ ചെയ്യുക. ദാറ്റ് ഐ കോൾ അപ്പോൺ മൈ സോൾ ഫാമിലി. ഓക്കെ, ഞാൻ എൻ്റെ സോൾ ഫാമിലിയെ എൻ്റെ ലൈഫിലേക്ക് വിളിക്കുന്നു. ഓക്കെ, 3 times എപ്പോഴും ഡെയിലി ഒരു 3 times ഈ ഒരു അഫർമേഷൻ പറയുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ എനർജിയുമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്ന സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്ലേഡീസ് ഗ്രൂപ്പ് ആണ്. ഓക്കെ. സോ പ്ലേഡീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചാനലിംഗ്, ദാറ്റ് ഈസ് നിങ്ങളെല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ മെസ്സേജസ് ലഭിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ചാനലിംഗ് പവർ ഉണ്ട്. ചില പ്രേക്ഷകർക്ക് അറിയാം, ചില പ്രേക്ഷകർക്ക് അറിയത്തില്ല. സോ അറിയാത്ത പ്രേക്ഷകർ എന്നും ഡെയിലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരം നിങ്ങളുടെ ഇഷ്ടദേവത, ഓക്കെ, ഇഷ്ടദൈവം, ഇഷ്ടദേവത, അവരെ ധ്യാനിക്കൂ. ആൻഡ് എന്താണ് അവിടുന്ന് മെസ്സേജസ് ലഭിക്കുന്നത് അതൊരു ജേർണലിൽ എഴുതി വെക്കൂ. ഇങ്ങനെ പെതുക്കെ നിങ്ങൾക്ക് ചാനലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചാനലിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ഏറെ പേരെ സഹായിക്കാനും പറ്റുന്നതാണ്. ഓക്കെ. ദ എവർ അൺഫോൾഡിങ് റോസ്, എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു മനസ്സിലാക്കൂ. അത് നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, നിങ്ങളെ ഒരു രീതിയിലും ആ ഒരു ബുദ്ധിമുട്ട് ഉപദ്രവിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ഉള്ള ഉപദ്രവങ്ങളിൽ നിന്ന് വെളിയിലിറക്കാനാണ് അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കുന്നത്. എപ്പോഴൊക്കെ ഈ കാർഡ് വരുന്നോ അന്നേരമൊക്കെ നമുക്ക് ആൾക്കാരിൽ നിന്നൊരു ചതി അല്ലെങ്കിൽ ഒരു വഞ്ചന അല്ലെങ്കിൽ കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അലൈൻ യുവർ ലൈഫ് എന്നതാണ് വരുന്നത്. ഓക്കെ. സോ നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്യൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് ഫോക്കസ് കൂടുതൽ ചെയ്യൂ. വേണ്ടാത്ത കാര്യങ്ങളെ സറണ്ടർ ചെയ്ത് കളയൂ. ഏഞ്ചലിക് മെസ്സേജസ് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഡ്രീമുണ്ട്, ഒരാഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ആഗ്രഹം ഒരിക്കലും സഫലീകരിക്കില്ല. എന്നാൽ പോലും ആ ഡ്രീം ചെയ്യൂ. ഓക്കെ, ആ ഡ്രീമിനെ ആലോചിക്കൂ. ബിക്കോസ് എപ്പോഴെങ്കിലും അത് ജീവിതത്തിൽ നടന്നിരിക്കും. നോ ആണ് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി, ദാറ്റ് ഈസ് ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ സാക്രിഫൈസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട, നോ, കർശനമാണ് പറയുന്നത്. ചെയ്യാതിരിക്കൂ. ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ബിക്കോസ് നിങ്ങളുടെ ഹെൽത്തിന് ഇപ്പോൾ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, ഏറെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, ഓക്കെ, ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുക ആൻഡ് നിങ്ങളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക. 2 ആർക്കേഞ്ചൽസ് ആണ് വന്നിരിക്കുന്നത്. ആർക്കേഞ്ചൽ തൂരിയൽ ആൻഡ് ആർക്കേഞ്ചൽ ഷാമുൽ. ആർക്കേഞ്ചൽ തൂരിയൽ പറയുന്നത്
നിങ്ങൾ ഫെയറീസുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ സ്ട്രോങ് ആക്കൂ. ഫെയറീസ് എന്താണ്? ദാറ്റ് ഈസ് ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരുന്ന് ആ തണുത്ത കാറ്റ് കൊള്ളുമ്പോൾ നിങ്ങളുടെ വിഷസ് പറയുക. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് എൻ്റെ വിഷ് ഇതാണ്, ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ് അത് പറയുക. ഇത് നിങ്ങളുടെ കണക്ഷൻ വിത്ത് ദ ഡിവൈൻ നേച്ചർ, വിത്ത് ദ ഡിവൈൻ മദർ ആൻഡ് ഡിവൈൻ ഫെയറീസുമായിട്ട് കണക്ഷൻ കൂട്ടുന്നതാണ്. ഓക്കെ, അവിടെ ഇതും പറയുന്നുണ്ട് ദാറ്റ് ഓപ്പൺ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ റിസീവിങ് മോഡ് ഓഫ് ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ജോലി ചെയ്യുക എന്നുള്ള രീതിയിലാണ്, മാസ്കുലിൻ എനർജിയിലാണ്. ഫെമിനൈൻ എനർജിയിൽ വരൂ. സോ എന്നും ഡെയിലി അഫർമേഷൻ പറയൂ, ഐ ആം ഓപ്പൺ ടു റിസീവ്, ഐ ആം ഓപ്പൺ ടു റിസീവ്. ഓക്കെ, ആർക്കേഞ്ചൽ ഷാമുൽ പറയുന്നത് എപ്പോഴും പറയൂ ദാറ്റ് അൺകണ്ടീഷണൽ ലവ് ആണ് എനിക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഐ ആം റിസെപ്റ്റബിൾ ടു അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, എല്ലാ സെൽസിലും ആ ഫീലിംഗ്, ആ ഗുഡ്നെസ്, ആ ഹാപ്പിനെസ് ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, എത്ര പ്രേക്ഷകരുടെ എനർജി വൈബ്രേഷൻ കൂടുന്നോ, എത്ര നല്ല നല്ല തോട്ട്സ് നിങ്ങൾ ആലോചിക്കുന്നോ, അത്രയും കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്. ലാസ്റ്റ് കാർഡ് പറയുന്നത് ബൈ സ്പ്രെഡിങ് ലവിങ് എനർജി ഐ അട്രാക്ട് മോർ ലവ്. എത്ര സ്നേഹം ഞാൻ മറ്റാൾക്കാർക്ക് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നു, അത്രയും സ്നേഹം എനിക്ക് വന്നു ചേരുന്നതാണ്. ഐ അട്രാക്ട് വാട്ട് ഐ വോണ്ട്. ഓക്കെ, ഞാൻ അട്രാക്ട് ചെയ്യുന്നത് എന്താണോ എനിക്ക് വേണ്ടത്, അതാണ് ഞാൻ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 2ൻ്റെ റീഡിങ്. സോ ഈ ഒരു വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.